അങ്ങനെ 2024 മറ്റൊരവസരം കൂടി നമ്മളെ തേടിയെത്തിയിരിക്കുകയാണ്. നമ്മളുടെ RPF-ന്റെ നോട്ടിഫിക്കേഷൻ ഈ വരുന്ന മാസം വരാനിരിക്കുകയാണ്, ഏപ്രിൽ മാസത്തിൽ വരാനിരിക്കുകയാണ് എന്നാണ് ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ റെയിൽവേ എല്ലാവരെയും അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ RPF-ന് വേണ്ടി പഠിച്ചു തുടങ്ങേണ്ട സമയമായി എന്നല്ല, ആ സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മറ്റു പരീക്ഷകളൊക്കെ തന്നെയും നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ പഠിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. ഇത് ഓൾറെഡി ലേറ്റ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? RPF-ന്റെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഉടനെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ നിങ്ങളൊക്കെ ദിശ അക്കാദമിയുടെ പുതിയ യൂട്യൂബ് ചാനലിൽ RPF-ന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. നല്ലപോലെ വ്യൂസ് ഉണ്ട്, നല്ലപോലെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നല്ല കാര്യമാണ്. നമുക്ക് തന്നെ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇത്തവണ RPF-ൽ ജോയിൻ ചെയ്യാൻ പറ്റണം. അതാണ് ദിശ അക്കാദമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഇത്ര അടുത്തെത്തിയ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓൺലൈൻ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പോകുന്നത്? ഇപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള ആളായിരിക്കും, ഒരു കോഴ്സ് എടുക്കണം, എന്നിട്ട് വൃത്തിയായിട്ട് ഇപ്പം മുതൽ പഠിച്ചിട്ട് എക്സാമിന് മുമ്പ് ഏറ്റവും അടിപൊളിയായിട്ട് അത് ഫിനിഷ് ചെയ്ത് സിലബസും അവസാനിപ്പിച്ച് നല്ല മാർക്കോട് കൂടി ജോലി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോയിൽ എന്താണ് ദിശ അക്കാദമിയുടെ ഒരു സ്ട്രക്ചർ എന്നുള്ളത് പറഞ്ഞു തരും. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? എങ്ങനെയാണ് RPF-ന്റെ എക്സാം ഉള്ളതെന്നാണ്. RPF-ന്റെ എക്സാം എങ്ങനെയാണെന്ന് നിങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് പറയാം. റീസണിങ്, ജനറൽ റീസണിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് 35 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ മാത്സ് 35 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് രണ്ടും ഒരേ വെയിറ്റേജ് വരുന്ന രണ്ട് ടോപ്പിക്സ് ആണ്, റീസണിങ്ങും മാത്സും. പിന്നെ വരുന്നതോ ജനറൽ അവയർനെസ്, ഒരു വലിയ ഏരിയയാണ്. 50 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് വരുന്നത്. ആകെ മൊത്തം 70ഉം 50ഉം 120 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ RPF-ന്റെ ഒരു 120 ചോദ്യത്തിൻ്റെ അപ്പുറത്ത് നിങ്ങളും 120 ചോദ്യവും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾക്കൊരു ജോലിയാണ്. അതായത് നിങ്ങളുണ്ട്, ഒരു ജോലിയുണ്ട്, അതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് ഒരു 120 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. 120 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റാണ് എക്സാം നടക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക്. അങ്ങനെ നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു നല്ല ജോലി. RPF-ൽ കോൺസ്റ്റബിൾ ഉണ്ട്, SI ഉണ്ട്. അപ്പോൾ ആ ജോലിയിലേക്ക് എത്താൻ ദിശ അക്കാദമി നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് നമ്മളെ ഫാക്കൽറ്റീസ്, അതുല്യ മിസ്സാണ് മാത്സിൻ്റെ കോർഡിനേറ്റർ, സബ്ജക്റ്റ് കോർഡിനേറ്ററായിട്ട് നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ 35 ക്വസ്റ്റ്യൻസ് ആണ് മാത്സിന് ഉണ്ടാവുകയെന്ന്. ഈ 35 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത് അതുല്യ മിസ്സിൻ്റെ ഒരു കോർഡിനേഷനിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് ഫാക്കൽറ്റീസിനെ കാണുന്നതാണ് ദിശ അക്കാദമിയിൽ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് RPF-നും ക്ലാസ് എടുക്കുക. അത് കോർഡിനേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? അതുല്യ മിസ്സായിരിക്കും. അതുല്യ മിസ്സാണ് നിങ്ങളെ കൂടെ നിന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അതുല്യ മിസ്സായിരിക്കും. അപ്പോൾ മിസ്സിനെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഓൾറെഡി ആർമി എക്സാംസിൻ്റെ ചാനലിൽ മിസ്സ് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് എടുത്ത് തരുന്നതാണ്. അപ്പോൾ മിസ്സ് കോർഡിനേറ്റ് ചെയ്യും, ഞങ്ങളൊക്കെ ക്ലാസ് എടുക്കും. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? മാത്സ് പഠിക്കാൻ പോകുന്നത്. പിന്നെ ഷിജോ സാറാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? റീസണിങ്ങിൻ്റെ ക്ലാസ്സിൻ്റെ കോർഡിനേറ്ററായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല ക്ലാസ്സുകൾ എത്തിച്ചു തരും. ഷിജോ സാറിൻ്റെ നേതൃത്വത്തിലാണ് നിങ്ങൾ റീസണിങ് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ മാത്സ് 35 ക്വസ്റ്റ്യനും റീസണിങ് 35 ക്വസ്റ്റ്യനും പഠിക്കാൻ പോകുന്നത് അതുല്യ മിസ്സിൻ്റെയും ഷിജോ സാറിൻ്റെയും ഒരു ഹെൽപ്പോടെയാണ്. പിന്നെയോ അർച്ചന മിസ്സാണ് നമുക്ക് ജനറൽ സയൻസ് കൈകാര്യം ചെയ്യുന്നത് മിസ്സാണ്. ജനറൽ അവയർനെസ് അതുപോലെ തന്നെ GK-ൻ്റെ മുഴുവൻ ടോപ്പിക്സിൻ്റെയും കോർഡിനേറ്ററായിട്ട് നിൽക്കുന്നതും മിസ്സാണ്. അപ്പോൾ നിത്യ മിസ്സൊക്കെ ക്ലാസ് എടുക്കാൻ വരുമെങ്കിലും നിങ്ങൾക്ക് കോർഡിനേറ്റർ എന്നുള്ള നിലക്ക് ജനറൽ സയൻസിൻ്റെ മുഴുവൻ കാര്യങ്ങളും അല്ലെങ്കിൽ GK-ൻ്റെ മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ ടോപ്പിക്കും കിട്ടിയോ, ഏതെങ്കിലും ടോപ്പിക്ക് മിസ്സായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുകയാണ് അർച്ചന മിസ്സാണ്. അർച്ചന മിസ്സിനെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മളെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കുട്ടികൾക്കും ഈ 3 ആളുകളും ഏറ്റവും പരിചയമുള്ള ആളുകളാണ് അല്ലേ? ഓക്കെ, അപ്പോൾ അവരുടെ ഒരു ശിക്ഷണത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, RPF 2024 ബാച്ച് നമ്മൾ റൺ ചെയ്യുന്നത് യൂട്യൂബിലല്ല. യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടുന്നത് റെയിൽവേ ഫൗണ്ടേഷൻ ബാച്ചാണ്, ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു കോഴ്സാണ്. ഓക്കെ, ഇനി അവിടെ എന്താ കിട്ടാൻ പോകുന്നത്? നിങ്ങൾക്ക് എവിടെ ഇത് കിട്ടാൻ പോകുന്നത്? നിങ്ങൾക്ക് ദിശ അക്കാദമിയുടെ ഓൺലൈൻ ആപ്പ് ഉണ്ട്, ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ ദിശ ഓൺലൈൻ എന്ന് പറഞ്ഞ് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് വഴി നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കിട്ടുന്നതാണ്. അതെങ്ങനെയാണ്? അതിൽ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ യൂട്യൂബിൽ ഒരു ക്ലാസ് കാണുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, സാർ യൂട്യൂബിൽ കണ്ടാൽ പോരെ? മതി. നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ്സുകൾ കണ്ട് അത് പഠിച്ച് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ മാത്രമേ കണ്ട
കണ്ടന്റുകൾ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ, ബേസ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ്സുകൾ കണ്ടാൽ മതി, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ജോലി കിട്ടണം അൾട്ടിമേറ്റ്ലി, അത് മാത്രമാണ് നമ്മളെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ പോരാ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൈവ് ക്ലാസ്സസ് കൂടുതൽ വേണം. റെക്കോർഡഡ് ക്ലാസ്സസ് പിന്നെ ലൈവ് ക്ലാസ്സസ് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അതിൽ തന്നെ നിങ്ങൾക്ക് ടീച്ചേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അങ്ങനെയുള്ള കേസുകളിൽ തീർച്ചയായിട്ടും ആപ്പ് നിങ്ങളെ വല്ലാതെ ഹെൽപ്പ് ചെയ്യും. ഇനി റെക്കോർഡഡ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് എന്താ, നിങ്ങൾക്ക് ഒരു ദിവസം ലൈവായിട്ട് ക്ലാസ് കയറാൻ പറ്റിയില്ല, നിങ്ങളെ കോഴ്സ് കഴിയുന്നത് വരെ, നിങ്ങൾക്കുള്ള ആ കോഴ്സ് പീരീഡ് കഴിയുന്നത് വരെ ഒരു ലൈവ് ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡഡ് ആയിട്ട് അവിടെ തന്നെ കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ പോയിട്ട് ആ ക്ലാസ് കാണാനൊക്കെ ഉള്ള സൗകര്യം ആപ്പിൽ തന്നെ ഉണ്ട്. ഇനി ഓൺലൈൻ മെൻറ്ററിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്ക് യൂട്യൂബിലൊന്നും ഇല്ലാത്തൊരു സംവിധാനമാണ്, അത് നമ്മൾ ആപ്പിലുണ്ട്. അതിലെന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ അതാത് സമയത്ത് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട്. അതാണ് ഓൺലൈൻ മെൻറ്ററിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മെൻറ്റർ ഉണ്ടാവും, ഒരു മെൻറ്റർ നിങ്ങളെ എന്നും ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. പിന്നെയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുള്ളൊരു സ്കില്ലിലേക്കും കൂടെ എത്തേണ്ടതായിട്ടുണ്ട്. അതിന് പ്രീവിയസ് ഇയർ വർക്കൗട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെയോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഒരുപാട് PDF ഉണ്ട്, ഒരുപാട് നല്ല കണ്ടന്റുകളുണ്ട്. നിങ്ങൾ പഠിക്കേണ്ട ടു ദ പോയിന്റ് കണ്ടന്റുകൾ ഒരുപാട് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം RPFന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെയാണുള്ളത്, ഇപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. ഇനി പറയാനുള്ളത് കോഴ്സിൻ്റെ ഒരു എമൗണ്ടിനെ പറ്റിയിട്ടാണ്. 8,000 രൂപയോട് അടുത്ത്, അതായത് 7,999 രൂപയാണ് കോഴ്സിന് വരുന്ന ഫീസ്. അത് നിങ്ങൾ പെട്ടെന്ന് ഈ അടുത്ത് തന്നെ കോഴ്സ് എടുക്കുന്ന സമയത്ത് വലിയൊരു ഡിസ്കൗണ്ട് കൂപ്പൺ RPF 50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യേണ്ടത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ RPFൻ്റെ കോഴ്സ് എടുക്കുക, അതിൽ തന്നെ RPF 50 എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പകുതി വിലയ്ക്ക് 50% ഡിസ്കൗണ്ടിൽ, അതായത് 3,999 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു കോഴ്സ് അവൈലബിൾ ആവും. അത് ഒരു ദിവസം 23-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ 24-ാം തീയതി വരെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും 8,000 രൂപ തന്നെയായിട്ട് മാറും നമ്മുടെ കോഴ്സിൻ്റെ ഫീസ്. നിങ്ങൾ ആലോചിക്കുക, ഇത്രയും സൗകര്യങ്ങൾ, ഇത്രത്തോളം മെറ്റീരിയൽസും വർക്കൗട്ടും ഓൺലൈൻ മെൻറ്ററിങ്ങും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളുടെ ക്വാളിറ്റിയിലൊന്നും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കോംപ്രമൈസ് ചെയ്യുന്നില്ല. യൂട്യൂബിലെ ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്ന ക്ലാസ്സുകൾ തന്നെ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി, ഒരിക്കലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ ദിശ തയ്യാറായിട്ടില്ല. അപ്പോൾ പിന്നെ ആപ്പിലെ ക്ലാസ്സുകളെ പറ്റി നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സംശയവും വേണ്ട, ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. 8,000 രൂപയ്ക്ക് ഏറ്റവും വേർത്ത് ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ RPF നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ജോലി വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ 120 ചോദ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ചാടിക്കടന്ന് ജോലി വാങ്ങാനുള്ള ഏറ്റവും നല്ല അവസരം ഈ ഒരു 4,000 രൂപ മുടക്കിയിട്ട് ദിശ അക്കാദമീൻ്റെ കോഴ്സ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും കൂടുതലൊന്നും ചിന്തിച്ച് നിൽക്കാതെ ഈ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. കോഴ്സിലേക്ക് വരിക, നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങളൊരു തീരുമാനം എടുത്തതിന് ശേഷം നടക്കുന്ന കാര്യമാണ്. ആ തീരുമാനം ദിശയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത് തന്നെ ആവട്ടെ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടെ പറയാം. ദിശ അക്കാദമീൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ട് എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ഫ്രീ കോഴ്സസ്, ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. പിന്നെ ദിശേൻ്റെ ആപ്പ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ആപ്പാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ക്ലാസ്സുകൾ മാത്രമല്ല, ഡെമോ ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ കയറി കണ്ടു നോക്കാം. അതിൽ ഇഷ്ടപ്പെടുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് എടുക്കാം. എല്ലാ CGL അടക്കമുള്ള എല്ലാ കോഴ്സുകൾക്കുമുള്ള കോഴ്സുകൾ ഈ ആപ്പിലുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിലത് മാത്രമല്ല ഉള്ളത്, നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ അല്ലാതെ ദിശേൻ്റെ തന്നെ മോഡൽ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എക്സാം അടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും കോഴ്സ് എടുക്കുന്നതിനെ പറ്റി, പഠിക്കുന്നതിനെ പറ്റി ശ്രദ്ധിച്ചു പോവുക. ഓക്കെ, ഇനി ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്, പഠിച്ചു തുടങ്ങുമ്പോൾ കുറച്ച് നേരത്തെ പഠിച്ചു തുടങ്ങണം എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും നോട്ടിഫിക്കേഷൻ വരാൻ കാത്തു നിൽക്കരുത്. നിങ്ങൾക്കുള്ള വേക്കൻസി ഇന്ത്യയിൽ മുഴുവനുള്ള വേക്കൻസി ആണെന്ന് മനസ്സിലാക്കുക. ആ വേക്കൻസിക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ, ഇഷ്ടം പോലെ ആളുകൾ പഠിച്ചു തുടങ്ങും. അപ്പോൾ അവരെക്കാൾ ഒരു ദിവസം മുന്നേ പഠിച്ചു തുടങ്ങാൻ പറ്റി, അതത്രയും നല്ലതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഓൾറെഡി പഠിച്ചു തുടങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പം 22-ാം തീയതി, 21-ാം തീയതി, 22-ാം തീയതി ഒക്കെ ആയിട്ടുണ്ട്. ഈ ഒരു
സമയത്ത് പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആളുകളോട് കോമ്പറ്റ് ചെയ്യുമ്പോൾ പുറകിലായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ദിശേൻ്റെ കോഴ്സ് എടുക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ ദിശേൻ്റെ ആർമി എക്സാംസ് എന്ന് പറയുന്ന ചാനലുണ്ട്, അതിൽ ഫ്രീ ആയിട്ടും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ കാണുക, ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക. എങ്ങനെയായാലും നിങ്ങൾക്ക് ജോലി കിട്ടണം. 2024 അവസാനിക്കുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടിയതിന് ശേഷമായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും ഏറ്റവും നന്നായിട്ട് തന്നെ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.